الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ പരിപാവനമായ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലമത്രയും അവനിക്ക് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന വഴിയിലായി ജീവിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബർ ജീവിതത്തെ അല്ലാഹു തആല സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന് മുഴുവനും സമാധാനവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിലേക്ക് വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആദരവായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനേകം കടമകളും കടപ്പാടുകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ചൂണ്ടിക്കാണിച്ചത് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ 157-ാമത്തെ ആയത്ത് വളരെ ശ്രദ്ധേയമായ ഒരു ആയത്ത് തന്നെയാണ്. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനമാനങ്ങളും മഹത്വങ്ങളും റബ്ബുൽ ഇസ്സത്ത് എണ്ണി പറയുന്നുണ്ട്. പ്രസ്തുത ആയത്ത് അവസാനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൂർത്തിയാക്കേണ്ട മര്യാദകളെ കുറിച്ചും അവിടത്തോട് പുലർത്തേണ്ടതായ കടപ്പാടുകളെ കുറിച്ചും ഒക്കെ വിവരിച്ചുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു: ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫല്ലദീന ആമനൂ ബിഹി, ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചു, വഅസ്സറൂഹു വനസറൂഹു, ആ പ്രവാചകനെ നിങ്ങൾ ബഹുമാനിക്കണം, വനസറൂഹു, ആ പ്രവാചകനെ നിങ്ങൾ ആദരിക്കണം, നിങ്ങൾ സഹായിക്കണം. വിശ്വസിക്കാൻ പറഞ്ഞു. വിശ്വസിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വച്ചത് വഅസ്സറൂഹു, നിങ്ങൾ ആ പ്രവാചകനെ മഹത്വപ്പെടുത്തണമെന്നാണ്, ആ പ്രവാചകനെ ബഹുമാനിക്കണമെന്നാണ്, ആ പ്രവാചകനെ നിങ്ങൾ കൃത്യമായ രീതിയിൽ സ്ഥാനമാനങ്ങൾ നൽകി ബഹുമാനിക്കണേ എന്നാണ്. വനസറൂഹു, നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കണമേ. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ പ്രവാചകനോടൊപ്പം ഇറക്കപ്പെട്ടതായ നൂറിനെ, ആ പ്രവാചകനോടൊപ്പം ഇറക്കപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ പിന്തുടരണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ മാലോകരോട് വിളിച്ചു പറയുകയാണ്. അപ്പൊ പ്രവാചകനെ വിശ്വസിക്കുക എന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ആ പ്രവാചകനെ നിങ്ങൾ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുക. ആ പ്രവാചകൻ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിട്ടതിനോടൊപ്പം ആ ദൗത്യമായി പറഞ്ഞു വിടുമ്പോൾ അതിനോടൊപ്പം കൊടുത്തയച്ചതായ പരിശുദ്ധമാക്കപ്പെടുന്ന കലാമിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ ഒന്നാമത്തെ കടമ
നബിയോടുള്ളതായ ഈമാൻ, ഒന്നാമത്തെ കടമ ഈമാൻ കൈകൊള്ളലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കടമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കണമെന്ന് തന്നെയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരാൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ അവന്റെ സർവത്ര അമലുകളും നഷ്ടപ്പെട്ടു പോകുമെന്ന്, അവന്റെ സർവത്ര അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു ജീവിതകാലത്ത് മാത്രമല്ലാതെ മരണശേഷവും അപ്രകാരം തന്നെയാണ് എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം വർഷങ്ങൾക്കപ്പുറം ഹിജ്റ 93 ജനിക്കുകയും ഹിജ്റ 179 മരണപ്പെടുകയും ചെയ്ത മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ആ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഖലീഫയായിരുന്ന അബൂ ജഅഫർ എന്ന് പറയുന്നവർ മസ്ജിദുൻ നബവിയിൽ വന്നപ്പോ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊള്ളുന്നതായ മസ്ജിദുൻ നബവിയിൽ വന്നപ്പോ സംസാര മധ്യ അദ്ദേഹത്തിന്റെ ശബ്ദം അല്പം ഉയർന്നു പോവുകയാണ്. ആ ശബ്ദം ഉയർന്നു പോയപ്പോ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തു, ഫഖാല ലഹുൽ ഇമാമുൽ മാലിക് യാ അമീറുൽ മുഅ്മിനീൻ ലാ തർഫഉ സൗതക ഹാദൽ മസ്ജിദ് ഫീ ഹാദൽ മസ്ജിദ്, ഈ മസ്ജിദിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ പാടില്ല, നിങ്ങളുടെ ശബ്ദം ഈ മസ്ജിദിൽ ഉയരാൻ പാടില്ല. ഫഇന്നല്ലാഹ അദ്ദബ ഖൗമുൻ ഫഖാല ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മസ്ജിദിൽ വെച്ചുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളുടെ നേതാവേ, നിങ്ങൾ ഒരിക്കൽ പോലും ശബ്ദമുയർത്താൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, നിങ്ങൾ നിങ്ങളുടെ നബിയേക്കാൾ ശബ്ദത്തെ ഉയർത്താൻ പാടില്ല, ശബ്ദത്തെ നിങ്ങൾ ഉയർത്തരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ ചിലരോട് സംസാരിക്കുന്നത് പോലെ അപ്രകാരം എങ്ങാനും നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ പ്രവാചകനേക്കാൾ ശബ്ദം നിങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ, പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അമലുകൾ നിങ്ങൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോകും, അത് പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, മദഹ ഖൗമൻ ഫഖാല ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബുഹും ലിത്തഖ്വാ. പ്രവാചകന്റെ അടുക്കൽ വെച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിച്ചുകൊണ്ട് പറയുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം, പ്രവാചകന്റെ ജീവിതകാലത്ത് ഇറങ്ങിയ ആയത്ത്, പ്രവാചകന്റെ മരണം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം കാലങ്ങൾക്ക് ഇപ്പുറത്തും നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തും വരുമ്പോഴും ഇന്നും ഈ വാക്കിന്റെ പ്രസക്തികൾ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. മസ്ജിദ് നബവിയിലേക്ക് പോകുമ്പോൾ അവിടെ പറയാറുണ്ട്, ഒരിക്കൽ പോലും അവിടെ വെച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല എന്ന്. അതെന്തുകൊണ്ടാണ്? ആദരവിന് ജീവിതകാലത്തിന് ശേഷം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ആദരവിന് ജീവിതകാലവും വഫാത്തിന് ശേഷവും എന്ന വ്യത്യാസമില്ല എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും അത് മരണശേഷമുള്ള കാലഘട്ടത്തിലാണെങ്കിലും അത് അപ്രകാരം തന്നെയാണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത് അത്തരത്തിൽ സംസാരങ്ങളെ ഉയർത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ ഖുർആനിൽ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നാം ബഹുമാനിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ ഈ ദുനിയാവിൽ ഇപ്പോഴില്ല, പ്രത്യക്ഷപരമായി നമ്മുടെ കാഴ്ചയിൽ പ്രവാചകനില്ല. പക്ഷേ അതിനുശേഷവും ആ കാലങ്ങൾക്ക് ശേഷവും പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ഇന്നും സംസാരം വളരെ താഴ്ത്തി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രവാചകനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ
നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ അറിയാതെ തന്നെ അതെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആൻ ഓർമ്മപ്പെടുത്തി തന്നത്. നമ്മൾ പോലും അറിയില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ബഹുമാനിക്കേണ്ടതിനെ കൃത്യമായി ബഹുമാനിക്കണം. അവിടുത്തെ പേരുകൾ പറയുമ്പോൾ ബഹുമാന സൂചകങ്ങൾ ചേർത്തുകൊണ്ട് മാത്രമാണ് പറയാൻ പാടുള്ളൂ. നമ്മൾ വെറുതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയാതെ അവിടത്തേക്ക് സയ്യിദുന എന്നോ അല്ലെങ്കിൽ ഷഫീഉന എന്നോ അല്ലെങ്കിൽ തിരുദൂതരെന്നോ തിരുമേനിയെന്നോ ആദരവായ പ്രവാചകനെന്നോ എന്നെല്ലാം പ്രവാചകന്റെ ആദര സൂചകമായ വാക്കുകൾ മുമ്പിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നാം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലാതെ നാം ഇരിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു തആല പറഞ്ഞത് എന്താ? ഞാൻ എന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലുന്നു, നിങ്ങളും സലാത്തുകൾ ചൊല്ലുക എന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ, നമ്മൾ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാതെ പോകുന്നത്? സ്വലാത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ മദ്ഹകൾ പാടിപ്പുകഴുന്ന സദസ്സിൽ നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എഴുന്നേറ്റ് പോവുക, അതല്ലെങ്കിൽ ആ സദസ്സിൽ ഇരിക്കുക. നമുക്ക് ചെലവഴിക്കാൻ സമയമുണ്ട് എങ്കിൽ നമുക്ക് അനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് സമയം ചെലവഴിക്കാതെ ആ സദസ്സിലേക്ക് വന്നിരുന്നു കൊണ്ട് ആ സമയത്തെ നാം അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹിനെ പാടിപ്പുകഴ്ത്താൻ വേണ്ടി സമയത്തെ ചെലവഴിക്കണം എന്നുള്ളതാണ്. പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നാം സമയത്തെ ചെലവഴിക്കണം. ഒരിക്കൽ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് പ്രവാചകന് കയറുമ്പോ സഹാബാക്കൾ എല്ലാവരും നിലകൊള്ളുകയാണ്. പ്രവാചകൻ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വച്ചു. അവിടുന്ന് ചൊല്ലി ആമീൻ. രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോ ചൊല്ലി ആമീൻ. മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴും പ്രവാചകൻ ചൊല്ലി ആമീൻ. സഹാബാക്കൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്താണ് പതിവില്ലാതെ പ്രവാചകൻ ആമീൻ ചൊല്ലുന്നത്? പ്രവാചകൻ എന്തുകൊണ്ടാണ് ആമീൻ ചൊല്ലുന്നത്? ഇവിടെ ആരും ദുആ ചെയ്യുന്നത് കണ്ടില്ല. പിന്നെ പ്രവാചകൻ എന്തുകൊണ്ടാണ് ഇവിടെ ഈ സമയത്ത് ആമീൻ ചൊല്ലിയത്? എല്ലാം കഴിഞ്ഞ് പ്രവാചകനോട് സഹാബാക്കൾ സംശയം ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ എന്തുകൊണ്ടാണ് അവിടെ ആമീൻ ചൊല്ലിയത്? ഇവിടെ ആരും ദുആ ചെയ്യുന്നത് കണ്ടില്ല, ഇവിടെ ആരും പ്രാർത്ഥനകൾ പറയുന്നത് കണ്ടില്ല, പക്ഷെ താങ്കൾ ആമീൻ ചൊല്ലി. പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ദുആ ചെയ്തത് ഞാനല്ല, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആമീൻ ഞാൻ ചൊല്ലിയതാണ്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജിബ്രീൽ ദുആ ചെയ്തത്. അതിലൊരു കാര്യം എന്താണ്? പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും ദൂരെയായി പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോഴാണ് ഞാൻ ആമീൻ ചൊല്ലിയത് എന്ന് സയ്യിദുനാ വ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ദുആ ചെയ്തത്? ജിബ്രീലാണ്. മലക്കുകളിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ജിബ്രീൽ ദുആ ചെയ്യുമ്പോൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ ചൊല്ലുകയാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ, അവിടുത്തെ കുടുംബത്തെ, സഹാബത്തിനെ, മദീനയെ, അതിനെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അവിടുത്തെയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ബഹുമാനിക്കേണ്ടതുണ്ട്. അതിൽ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, അല്ലെങ്കിൽ മറ്റ് കിതാബുകളിലുണ്ടോ എന്ന ചോദ്യമായി ഒരിക്കലും കടന്നു വരാൻ പാടില്ല. മഹാനായ അസ്ല റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രത്തെ വായിക്കുമ്പോൾ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധ്യമാകും. മഹാനവകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകക്കട്ടിൽ തയ്യാറാക്കാൻ പറയുന്നുണ്ട്. നമുക്കറിയാം, ഒട്ടകക്കട്ടിൽ തയ്യാറാക്കുമ്പോൾ അതിന് നല്ല പരിചയ സമ്പത്തുള്ള ആളുകൾക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഒട്ടകക്കട്ടിൽ തയ്യാറാക്കുക എന്നുള്ളത്. കാരണം അതിന്റെ കൂലി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന വന്നു. അങ്ങനെ അതെല്ലാം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോയി തിരികെ വന്ന് അസ്ല റളിയല്ലാഹു തആല അൻഹു കാണുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, യാ അസ്ല, അല്ലേ അസ്ലയെ, മാലി അറാ റാഹിലതക തഗയ്യറത്, എന്താണ് പറ്റിപ്പോയത്? നമ്മൾ ഇന്ന് യാത്ര ചെയ്തപ്പോ ഒട്ടകക്കട്ടിലിന് വലിയൊരു ആട്ടമുണ്ടായല്ലോ, ഒരു വ്യത്യാസമുണ്ടായല്ലോ, എന്താണ് അസ്ലയെ പറ്റിപ്പോയത്? അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ് ലം റഹിലഹ, ഞാൻ അതിനെ കെട്ടിയില്ല. റഹലഹ റജുലുൻ മിനൽ അൻസാരി, അൻസാറുകളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അതിനെ കെട്ടിയത്, ഞാനല്ല റസൂലെ കെട്ടിയത്.
റസൂൽ ചോദിച്ചു, വലിമ, എന്തുകൊണ്ടാണ് അസ്ലഹ നീ അപ്രകാരം ചെയ്തത്? അവിടെ നിന്ന് പറഞ്ഞു, അസാബത്തിന് ജനാബത്തുൻ, ഞാൻ ജനാബത്തുകാരനായി പോയി പ്രവാചകൻ, ഞാൻ വലിയ ശുദ്ധിക്കാരനായി പോയി, അതുകൊണ്ടാണ് ഞാൻ അതിനെ കെട്ടാതെ പോയത്. അമർത്തുഹു ബിറഹലിഹ, അപ്പൊ ഞാൻ മറ്റൊരാളോട് അതിനെ കെട്ടാൻ പറഞ്ഞു എന്ന് ആ സഹാബി പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ തിരുത്തിയില്ല എന്ന് മാത്രമല്ല, ജനാബത്തുള്ളപ്പോൾ അതിനെ കെട്ടാൻ പാടില്ല എന്ന്, കെട്ടരുത് എന്ന് എവിടെയെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. ഇനി മേലാൽ അത് കെട്ടാൻ പാടില്ല, അത് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനെ ബഹുമാനത്തോടു കൂടി അതിനെ അംഗീകരിക്കുക ചെയ്തു എന്ന് മാത്രമാണ്. അപ്പൊ അസ്ലം റളിയല്ലാഹു തആല അൻഹു തൻ ജനാബത്തുകാരനായിരിക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുന്നതായ വാഹനത്തിൽ അവിടെ ഞാൻ എന്റെ കൈകളെ കൊണ്ട്, ജനാബത്തുകാരനായിരിക്കെ എന്റെ കൈകളെ കൊണ്ട് പ്രവാചകന് ഒട്ടകക്കട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്നത് അതൊരു അപമര്യാദയായി എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്യാതെ വിട്ടുകളഞ്ഞത് എന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് നമുക്ക് തെറ്റുകളെ കണ്ടുപിടിക്കാൻ സാധ്യമാവുക? അവിടെ എല്ലാത്തിനും അപ്പുറം ഒരു പ്രണയത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ എല്ലാം അത് കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് കടന്നുപോയി എന്നുള്ളതാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹയുടെ ചരിത്രങ്ങളെ പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനത്തിന്റെ പേരിൽ, പ്രിയമുള്ളവരെ, മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മസ്ജിദുൻ നബവിയുടെ മുറ്റത്തിലൂടെ നടക്കുമ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ്. വാഹനത്തിൽ സഞ്ചരിക്കില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊള്ളുന്ന മണ്ണിലൂടെ ഞാൻ വാഹനത്തിൽ സഞ്ചരിക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ്. മഹാനായ ബുഖാരി ഇമാമൊക്കെ ഒരു ഹദീസ് എഴുതുമ്പോൾ കുളിച്ച് തയ്യാറായി തലപ്പാവ് ധരിച്ച് സുഗന്ധം പുരട്ടി 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് ഒരു ഹദീസ് എഴുതുക. ഇതിൽ നമ്മൾ എവിടെയാണ് ഒരു തെളിവ് നമുക്ക് കണ്ടെത്താൻ സാധ്യമാവുക? ഇത് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ എഴുതാൻ, അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ എഴുതാൻ എന്ന് എവിടെയാണ് നമുക്ക് പറയാൻ സാധ്യമാവുക? ഇതെല്ലാം സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. ഇതെല്ലാം ഒരു പ്രണയത്തിന്റെ അടയാളങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അതിങ്ങനെ കരകവിഞ്ഞ് പോയതിന്റെ അടയാളങ്ങളാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരവിന്റെ ഭാഗമായി അവിടുന്ന് ജനിച്ച ദിവസത്തെ, അതിന്റെ മദ്ഹിനെ, അതിന്റെ മൗലൂദിനെ, എല്ലാത്തിനെയും നാം ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം എന്നുള്ളതാണ്. ആ ആദരവിനെ കൃത്യമായി ബഹുമാനിച്ച് തന്നെ പോകണം. അതിന്റെ അതിർപരമ്പുകളെ ലംഘിക്കാത്തതായ, അതിന്റെ അതിർപരമ്പുകളെ തകർത്തെറിയുന്നതായ ഒരു പ്രകടനവും, അല്ലെങ്കിൽ അതിനെ മോശമാക്കി ആ ആദരവിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രകടനവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനും പാടില്ല എന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പല നബിദിനങ്ങളും ആഭാസകരമായി പോകുന്ന പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. നമ്മുടെ നമസ്കാരങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന പല 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 നബിദിനാഘോഷങ്ങളും കാണാറുണ്ട്. അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന, കാതടിപ്പിച്ച് കളയുന്നതായ പാട്ടുകൾ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇട്ടുകൊണ്ട് നബിദിനത്തെ വേറൊരു രീതിയിലുള്ളതായ ആഘോഷമാക്കി മാറ്റുന്ന എത്രയോ കാഴ്ചകൾ കാണാറുണ്ട്. അതൊന്നും നബിദിനവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് എത്രയോ തവണ പറഞ്ഞാലും അതൊരു മറ്റു തരത്തിലുള്ള ആഘോഷമാക്കി മാറ്റിയെടുക്കാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു സമൂഹമായി നമ്മൾ ഒരിക്കലും മാറിക്കൂടാ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ആദരവിനെ ആദരവിന്റെ രീതിയിൽ തന്നെ കാണണം. അപ്പോഴാണ് അതിന് നമുക്ക് ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ, അന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ കൊണ്ട് അതൊരു അദാബിലേക്ക് മാറിപ്പോകാൻ പാടില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യം മനസ്സിലാക്കാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇതെല്ലാം ബഹുമാനത്തിന്റെ, ഇതെല്ലാം ഖുർആനിലോ ഹദീസിലോ വിലക്കിക്കൊണ്ട മറ്റൊന്നുമല്ല. ഇതെല്ലാം ഒരു ബഹുമാനത്തിന്റെ അടയാളമാണ്. ഇതെല്ലാം നമ്മുടെ മുൻഗാമികൾ ചെയ്തെന്ന ഒരു ചര്യയാണ്. ആ വഴിക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനുള്ള ബോധം നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പടച്ചവൻ പരിപൂർണമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ,